അസിത സഹീർ, ഈ പോളപ്പോൾസ് പുറത്തു വരുന്ന സമയത്ത് അതിന്റെ പിറ്റേ ദിവസം എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ ഏതാണ്ട് CPM-നും ഇടതുപക്ഷ മുന്നണിക്കും 69 സീറ്റുകൾ വരെ ലഭിക്കാം. അങ്ങനെയാണെങ്കിൽ 4-5 സീറ്റുകൾ കൂടി കിട്ടില്ലേ? അപ്പോൾ LDF അല്ലേ അധികാരത്തിൽ വരിക എന്ന് ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം ഗോവിന്ദൻ മാസ്റ്റർ, ഞാൻ കരുതിയത്, എന്റെ പ്രതീക്ഷ ഈ പോളോ പോൾസിലും ഈ എക്സിറ്റ് പോൾസിലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് അടച്ചു തള്ളേണ്ട ഒരാളായിരുന്നു. ഇപ്പൊ എം വി ഗോവിന്ദൻ പറയുന്നത് അത് തന്നെയാണ്. പറഞ്ഞാൽ 60 മുതൽ 69 സീറ്റ് ഇപ്പൊ പറയാം. ഇതിൽ പല സീറ്റുകളും ഇടതുപക്ഷത്തിന് വിജയസാധ്യത ഉള്ളവയാണ്. 60 മുതൽ 69 സീറ്റ് വരെ കിട്ടുമെന്നാണ് എക്സിറ്റ് പോളുകൾ. അപ്പൊ ഇപ്പൊ പറയാതെ പറഞ്ഞത് ഇടതുമുന്നണിയുടെ വിജയമാണെന്ന് കൂടി പറയാം. എക്സിറ്റ് പോളുകൾ LDF അധികാരത്തിലേക്ക് വരും. അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഇടത് കേന്ദ്രങ്ങളൊക്കെയും ഈ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിന് പോയകാല തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം കൂടിയുണ്ട്. ഈ വോട്ടിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിക്കുമ്പോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും എക്സിറ്റ് പോളുകളൊക്കെ വന്നു, രണ്ടാം ദിനം ഇനി റിസൾട്ട് വരികയാണല്ലോ. അപ്പോൾ എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ട് മുൻപ് വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളിൽ വലിയ നിലയിൽ അത് തെറ്റിപ്പെട്ടുള്ളത് നമുക്കറിയാം. ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, എക്സിറ്റ് പോളുകൾ LDF-ന് തുടർഭരണം പ്രവചിക്കുമ്പോൾ പോലും സീറ്റുകൾ എത്രയായിരുന്നു പറഞ്ഞത് എന്നുള്ളതുണ്ട്. പക്ഷേ അവിടെ നിന്നും വളരെ വലിയ മാർജിനിൽ LDF അധികാരത്തിൽ വരുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. പക്ഷേ ഈ എക്സിറ്റ് പോളിന് ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച എന്താണ്? ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ളതാണ്. ഇനി നേരിയ മാർജിനിലാണ് UDF അധികാരത്തിൽ വരുന്നത് എങ്കിൽ പോലും അതിനെ ഭരണവിരുദ്ധ വികാരം എന്ന് വിലയിരുത്താനാകുമോ, വ്യാഖ്യാനിക്കാനാകുമോ എന്നുള്ളതാണല്ലോ ഒരു വലിയ ചർച്ചയായി നടക്കുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ചില കാര്യങ്ങൾ തുടക്കത്തിൽ പറയാനുള്ളത്. ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, അത് ഏത് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അതിലൊക്കെയും ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ചില നേതാക്കളോട്, വ്യക്തികളോട് ഉള്ള വികാരം, എതിർ വികാരമുണ്ട്. അത് ഫാക്റ്റാണ്. നമ്മൾ ഇനി അത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അതുണ്ട്. നമ്മൾ 100 പേരുടെ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. അതിൽ 99 പേരും പറയുന്നു ആ സർക്കാർ തുടരണമെന്ന്. ഒരാൾ മാത്രം പറയുന്നു എനിക്കിത് തുടരാൻ താല്പര്യമില്ലെന്ന്. അതും വിരുദ്ധ വികാരമാണ്. അപ്പോൾ നമ്മൾ ഈ വിരുദ്ധ വികാരത്തെ ഏത് കോലുകൊണ്ട് അളക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഈ വിരുദ്ധമായ അഭിപ്രായം വരാൻ ഉള്ള കാരണം എന്താണെന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. അപ്പോൾ ഈ വിരുദ്ധ വികാരത്തെ നമ്മൾ അളക്കുന്ന ചില കോലുകളുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ചില കണക്കുകൾ പറയാനുള്ളത്. നോക്കൂ, 2001 ശേഷം നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും റിസൾട്ടുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്നൊക്കെ LDF അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും മുൻ സർക്കാരിനെ അപേക്ഷിച്ച് LDF-ന് വലിയ മാർജിൻ ഉണ്ടായിരുന്നു. അതേസമയം UDF അധികാരത്തിൽ വന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുൻ സർക്കാരിനെ അപേക്ഷിച്ച് നേരിയ മാർജിനിൽ മാത്രമാണ് UDF-ന് അധികാരത്തിൽ വരാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത. 2006-ലെ VS സർക്കാർ അന്ന് നേടുന്നത് എത്രയാണ്? 98 സീറ്റാണ്. പക്ഷേ 2011-ലെ ഉമ്മൻചാണ്ടി സർക്കാരിന് അന്ന് ആകെ നേടാനാകുന്നത് എത്രയാണ്? കേവലം 72 സീറ്റ് മാത്രമാണ്. ഇനി 2016-ൽ വീണ്ടും LDF അധികാരത്തിൽ വരുമ്പോൾ അത് 91 സീറ്റായി ഉയരുകയാണ്. അപ്പോൾ എത്രയാണ് വ്യത്യാസം എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന വിരുദ്ധ വികാരത്തിന്റെ അളവുകോൽ ആരോടാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നോക്കൂ, 2001-ലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP-യുടെ വോട്ട് ഷെയർ അന്ന് കേരളത്തിൽ കേവലം 5% മാത്രമാണ്. 2021 ആകുമ്പോഴേക്കും അത് 12.41% മാറുന്നുണ്ട്. അപ്പോൾ BJP-യുടെ വളർച്ച ഉണ്ടാകുമ്പോഴും ഈ വോട്ടിംഗ് പെർസെന്റേജിനെ നമ്മൾ സീറ്റുകളായി കൺവേർട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് കൃത്യമായി ഒരു അനുകൂല വികാരമുള്ളത്, കൺസിസ്റ്റന്റായി പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്, BJP-യുടെ വളർച്ചയിലും ജനങ്ങൾക്ക് ട്രസ്റ്റ് ഉള്ളത് LDF-നോടാണ് എന്നുള്ളത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളുടെ പ്രവചനങ്ങളും പരിശോധിച്ച് നോക്കൂ. എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി മറിയാനുള്ള എല്ലാ സാധ്യതകളും അതിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ചെറിയ പ്രശ്നം. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്തായിരുന്നു. അസിത പറഞ്ഞ കണക്കിൽ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ 4 മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി 3-ാം സ്ഥാനത്തായിരുന്നു. അല്ല ഗോപി, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഞാൻ പറഞ്ഞത് BJP-യുടെ വളർച്ച ഉണ്ടാകുമ്പോൾ ഇടതുമുന്നണിക്ക് ആഘാതം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ കണക്കിനുള്ള ഒരു ബദൽ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്ന വോട്ടിംഗ് കണക്കുകളെ, വോട്ടിംഗ് പാറ്റേണിനെ BJP-യുടെ വളർച്ച അങ്ങനെ പറയേണ്ട വളർച്ചയ്ക്ക് എത്രയുണ്ടോ ഉണ്ടെങ്കിലും കഴിഞ്ഞ നിയമസഭയേക്കാൾ തിരുത്തണം. ഞാൻ പറഞ്ഞ തെറ്റാണ് തിരുത്തണം. അസിത പറഞ്ഞ പോയിന്റ്, BJP വളരുമ്പോഴും അതിന്റെ ആഘാതം ഉണ്ടാകുന്നത് UDF-നാണ്. ഇടതുമുന്നണിയുടെ വളർച്ചയെ അത് ബാധിക്കുന്നില്ല. അത് കണക്ക് BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 12% വോട്ടാണ്. അതിനു മുമ്പ് കിട്ടിയത് 15% വോട്ടാണ്. 3% കുറവാണ് അവർ കഴിഞ്ഞ നിയമസഭയിൽ കിട്ടിയത്. ഈ തദ്ദേശത്തിൽ അവരുടെ അവസ്ഥ എന്താണ്? അപ്പൊ എന്ന് പറഞ്ഞാൽ BJP എക്കാലം വലിയ വോട്ട് ഉയർത്തുന്ന ഒരു തദ്ദേശത്തിൽ അവർക്ക് 14.71% NDA-ക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് തദ്ദേശം എത്രയാണ്? അതിനൊക്കെ കുറവാണ്. ഞാൻ പറയുന്നത് കോർപ്പറേഷൻ പിടിച്ചു മാറ്റി നിർത്തിയാൽ എന്റെ തന്നെ 12 ഭരണനഷ്ടം ഉണ്ടായി. കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതൊരു സ്വാഭാവികമായ ഗ്രാജുവൽ വളർച്ച മാത്രമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും
പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതേ പറയുന്ന 2021 മുതലുള്ള നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ വീണ്ടും ആ പെർസെന്റേജിൽ മാറ്റം വരുന്നത് കാണാം. അപ്പോൾ ഞാൻ അടിവരയിട്ട് പറയുന്നു, 2001 മുതലുള്ള കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ BJPക്ക് വോട്ടിംഗ് ശതമാനത്തിൽ വർധനവ് ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഗണ്യമായ കുറവുണ്ടാകുന്നത് UDFന്റെ വോട്ടിംഗ് പെർസെന്റേജിലാണ്. എന്റെ കയ്യിൽ ആ കണക്കുകളുണ്ട്. ആ കണക്കുകളിലേക്ക് വിശദമായി പോകണമെങ്കിൽ അടുത്ത ഘട്ടത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.